ഇറാന്റെ മണ്ണിൽ കാൽവെക്കുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും ശവപ്പെട്ടിയിലെ മടങ്ങൂ എന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ ഇംഗ്ലീഷ് ദിനപത്രമായ ടെഹ്റാൻ ടൈംസ് ഒന്നാം പേജിൽ നരകത്തിലേക്ക് സ്വാഗതം, വെൽക്കം ടു ഹെൽ എന്ന തലക്കെട്ടോടെയുള്ള വാർത്തയാണ് അവർ നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലേക്ക് 10,000 സൈനികരെ കൂടി അയക്കാൻ അമേരിക്ക ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണിത്. ഇറാനിൽ ഒരു കരസേനാ നീക്കത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് ഇത് ആക്കം കൂട്ടിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വലിയ തോതിൽ വർദ്ധിക്കുന്നതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം 2ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാനിൽ US ഇസ്രായേൽ സംയുക്ത സേന കരയാക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ യമനിലെ വിമത ഭരണപക്ഷമായ ഹൂതികൾ ഇസ്രായേലിനു നേരെ മിസൈലുകൾ വർഷിച്ച് ഇതാദ്യമായി യുദ്ധത്തിൽ പങ്കാളികളായി. പ്രതിരോധം ശക്തമാക്കി ഇറാൻ സൗദിയിലെയും ഒമാനിലെയും US സൈനിക നിലയങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണങ്ങളും ഘടിപ്പിച്ചു. മറുവശത്ത് ഇറാന്റെ ആണവ നിലയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഇസ്രായേലും അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. പാകിസ്ഥാൻ, ഈജിപ്ത്, തുർക്കിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ യുദ്ധവിരാമത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംഘർഷം പുതിയ ദിശയിലേക്ക് നീങ്ങുന്നത്. ചർച്ചയുടെ പശ്ചാത്തലത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസം കൂടി ഇറാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇസ്രായേൽ ആക്രമണം തുടർന്നതാണ് ഹൂതികളെ പ്രകോപിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആക്രമണം ഹൂതികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മിസൈലുകൾ പൂർണ്ണമായും പ്രതിരോധിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രതികരിച്ചു. ലോകവ്യാപാരത്തിന്റെ പ്രധാന പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണം കടുപ്പിച്ചതിനു പിന്നാലെ പശ്ചിമേഷ്യയിലെ 2ാം പാതയായ ബാബുൽ മന്ദബ് നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഹൂതികൾ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടുന്നതോടെ എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുമെന്നുറപ്പായി. എന്നാൽ ഇറാനിൽ കരയാക്രമണം ഉണ്ടാകില്ലെന്നും യുദ്ധം ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു. വെടിനിർത്തലിനായി ട്രംപ് മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങളിൽ അടുത്ത ദിവസം ചർച്ച നടക്കുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദർ പറഞ്ഞു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനുമായി 1 മണിക്കൂർ ഫോൺ സംഭാഷണം നടത്തി. അമേരിക്കൻ സൈന്യം ഇറാനിൽ പ്രവേശിച്ചാൽ യമനിലെ ഹൂതി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന്, യുദ്ധത്തിൽ പുതിയൊരു മുഖം തുറക്കുമെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ തീരത്തെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപിന് സമീപമായിരിക്കും ഈ സൈനികരെ വിന്യസിപ്പിക്കാൻ സാധ്യത. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നതിനിടെ അടുത്തതായി ആക്രമിക്കാൻ പോകുന്നത് ക്യൂബയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കം ഇപ്പോഴും തുടരുന്നതിനിടെയാണ് അടുത്തതായി അമേരിക്ക ആക്രമിക്കാൻ പോകുന്ന രാജ്യം ട്രംപ് വെളിപ്പെടുത്തിയത്. ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവിൽ പ്രസംഗിക്കുന്നതിനിടെ ഇറാനെതിരായ US ആക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ശേഷമാണ് ക്യൂബയെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചത്. ഇതിനിടെ അമേരിക്കൻ ജനത ട്രംപിനെതിരെ നീങ്ങുകയാണ്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വൻ പ്രക്ഷോഭം നടക്കുകയാണ്. നോ കിങ്സ് റാലികളിൽ അണിനിരക്കുന്നത് ദശലക്ഷങ്ങളാണ്.